ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും പുതിയൊരു ദിവസത്തിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നേ ദിവസം നമുക്ക് ഒരു കുഞ്ഞു ചിന്തയിലൂടെ കടന്നു പോകാം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു കുള്ളനായ മനുഷ്യൻ ഈശോയെ കാണാൻ അതിയായ ആഗ്രഹത്തോടുകൂടി ഒരു മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറുന്നു. അവൻ ആ നാട്ടിലെ പ്രമാണിയായിരുന്നു, ധനികനായിരുന്നു. അവന് പൊക്കക്കുറവായതുകൊണ്ടാണ് അവൻ മരത്തിലേക്ക് കയറിയത്. ഇവൻ മരത്തിൻ്റെ അടുത്ത് ഈശോ എത്തിയപ്പോൾ അവനോട് ഇറങ്ങി വരാൻ പറയുന്നു. സഖ്യവൂസ് എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ്റെ പേര് വിളിച്ചത് കൊണ്ട് തന്നെ ഈശോ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നില്ല. അവനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്നു. പലരും അവനെ നോക്കി ആശ്ചര്യപ്പെട്ടു. ഇവൻ പാപികളോടുകൂടെയാണല്ലോ ഭക്ഷണത്തിനിരിക്കുന്നതെന്ന് പലരും ചിന്തിച്ചു, പലരും പിറുപിറുത്തു. എന്നാൽ ഈശോ അതൊന്നും വകവയ്ക്കാതെ അവനോടുകൂടെ അവൻ്റെ ഭവനത്തിലായിരിക്കുമെന്ന് അവൻ ഉറപ്പ് കൊടുത്തു. അവനോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ ആ ഭക്ഷണമേശയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പെട്ടെന്ന് പറയുകയാണ്, അതുവരെ അവൻ സമ്പാദിച്ചതിൻ്റെ പകുതി ദരിദ്രർക്ക് പങ്കുവയ്ക്കാമെന്ന്. വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് കൊടുക്കാമെന്ന്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വന്നപ്പോൾ അവനുണ്ടായ ആഴമേറിയ ഒരു മാനസാന്തരമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഇതേ മാനസാന്തരത്തിൻ്റെ ഫലങ്ങളല്ലേ പുറപ്പെടുവിക്കേണ്ടത്? ക്രിസ്തു കടന്നു വരുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയാകുന്ന പ്രകാശമല്ലേ നമ്മളിൽ നിന്നും പുറത്തേക്ക് പ്രകാശിക്കേണ്ടത്? അപ്പോൾ നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, എന്തുകൊണ്ട് എനിക്ക് ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചിട്ട് ഇതുപോലൊരു ജീസസ് എൻകൗണ്ടർ ഉണ്ടാകാത്തത്, ഒരു ദൈവാനുഭവം ഉണ്ടാകാത്തത്? അനുദിനമുള്ള പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം വഴി നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ ജീവിതവും ഒരു അനുഗ്രഹമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അംബ്രോസ് പ്രകാരമാണ് പറയുന്നത്, അവനെ സ്വീകരിക്കാൻ നിങ്ങളുടെ വാതിൽ തുറന്നിട്ടേക്കുക, നിങ്ങളുടെ ആത്മാവിനെ അവനിലേക്ക് തുറന്നു വിടുക, നിങ്ങളുടെ മനസ്സിൽ അവനെ സ്വാഗതം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലാളിത്യത്തിൻ്റെ സമ്പത്തും സമാധാനത്തിൻ്റെ നിധികളും കൃപയുടെ സന്തോഷവും കാണും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടം വിശാലമാക്കിക്കൊണ്ട് നിത്യപ്രകാശമാകുന്ന സൂര്യൻ്റെ മുമ്പിൽ നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപ്രകാശമാകുന്ന സൂര്യൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള കൃപയ്ക്കായിട്ട് യാചിക്കുകയും ചെയ്യാം. ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.